ഹലോ എവരിവൺ, MBA ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കോൺടെക്സ്റ്റ് ഞാൻ വളരെ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നു, ഒരു ചെറിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. പലരും കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെസ്പോൺസ് തരുവാണ്. കുസാറ്റിലെ MBA അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. കുസാറ്റിലെ MBA അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. കുസാറ്റിലെ MBA പറ്റി മാത്രം എന്തുകൊണ്ട് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുസാറ്റ് ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് MBA ക്യാമ്പസ് ഇൻ കേരളത്തിലുള്ള ഏറ്റവും പഴയ ക്യാമ്പസിലൊന്നാണ് MBA. അപ്പം ഏറ്റവും ഡിമാൻഡിങ് കുട്ടികളുടെ കേസിൽ വിദ്യാർത്ഥികളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് കുസാറ്റ്. ഗവൺമെൻറ് ഫീയിൽ പഠിക്കാം, ആൻഡ് ദർ ആർ സോ മെനി അതർ ബെനിഫിറ്റ്സ് ഓൾസോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് മറ്റു കാര്യങ്ങൾ മാത്രം ഇവിടെ ബ്രീഫ് ചെയ്യുകയാണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പലരും ചോദിക്കുന്ന ഒരു കാര്യം, കുസാറ്റ് സാധാരണ അവരുടെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാറ്റ് എക്സാം, കുസാറ്റിൻ്റെ ഒരു എക്സാം നടത്താറുണ്ട്. പക്ഷേ MBAയുടെ കേസിൽ അങ്ങനെ ഒരു എക്സാം ഇല്ല. അതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. നമ്മൾ ക്യാറ്റ്, CMAT, KMAT ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ admission.kusat.ac.in വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ ഈ വിശദാംശങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുസാറ്റ് ക്യാറ്റ് 2025 എന്നുള്ള അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എക്സാം എഴുതിയില്ലെങ്കിലും എക്സാം ഇല്ലെങ്കിൽ പോലും, MBAക്ക് ഒരു എക്സാം ഇല്ലെങ്കിൽ പോലും നമ്മൾ സെപ്പറേറ്റ് ക്യാറ്റിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. MBA ആപ്ലിക്കൻ്റ് ആണ്, സെപ്പറേറ്റ് ക്യാറ്റിന് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെയുണ്ട്, പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ UG പ്രോഗ്രാമിനെ പറ്റിയൊക്കെ വിശദാംശം കൊടുത്തിട്ടുണ്ട്. അവിടെ MBAക്ക് വേണ്ടി സെപ്പറേറ്റ് ലിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MBAയുടെ സെപ്പറേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അഗെയിൻ ഇവിടെ ആപ്ലിക്കേഷൻ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. മറ്റ് UG പ്രോഗ്രാം, PG ആൻഡ് UG പ്രോഗ്രാം എന്നുള്ളതിൻ്റെ ടൈം ലൈൻ, പിന്നെ ഡെഡ് ലൈൻ March 10 കട്ട് ഓഫ് ഡേറ്റ് വെച്ചേക്കുന്നത്. പക്ഷേ MBA പ്രോഗ്രാമിന് കട്ട് ഓഫ് ഡേറ്റ് വെച്ചേക്കുന്നത് 31 മെയ് വരെയുണ്ട്. അപ്പോൾ അതിന് റീസൺ നമ്മുടെ MBAയുടെ എൻട്രൻസ് എക്സാമുകളുടെയൊക്കെ റിസൾട്ടുകൾ വന്ന് അതിൻ്റെ സ്കോറൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസും കൂടെ വെച്ചിട്ടുള്ളതാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ക്യാറ്റിൻ്റെ റിസൾട്ട് വന്നു, CMATൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ CMATൻ്റെ റിസൾട്ട് സ്കോർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഓൾറെഡി അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് വേണ്ടി വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി KMAT കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വരുമ്പോൾ വീണ്ടും ഓപ്പൺ ആവും. സെക്കൻഡ് KMAT സാധാരണ കുസാറ്റ് കൺസിഡർ ചെയ്യാറില്ല, കാരണം 31-ാം തീയതിക്കുള്ളിൽ മെയ് 31 സെക്കൻഡ് KMAT റിസൾട്ട് വരാത്തതുകൊണ്ട് തന്നെ ഈ KMAT കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാറ്റും CMATും ഒന്നും തരങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ അത്ര നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ KMATൽ വരാൻ പോകുന്ന KMATനെ 23rd KMATന് നല്ല സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ 31st വരെ സമയമുണ്ട് നമുക്ക്. പക്ഷേ നമ്മൾ എക്സാം നന്നായിട്ട് എഴുതുക, സ്കോർ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ MBA ഫോർ എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം ആപ്ലിക്കൻസ്. അപ്പം കുസാറ്റ് 3 പ്രോഗ്രാംസ് ഉണ്ട്, MBA, എക്സിക്യൂട്ടീവ് MBA, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം, ഡിസ്റ്റൻസ് പ്രോഗ്രാം എന്നെല്ലാം പറഞ്ഞ 3 പ്രോഗ്രാം, ഈവനിങ് MBA എന്നൊക്കെ 3 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശമൊക്കെ നിങ്ങൾ പ്രോസ്പെക്ടസിൽ പോയി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾ MBA ആൻഡ് എക്സിക്യൂട്ടീവ് MBA ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ടാബും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കാര്യം തെളിഞ്ഞു വരുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് വിത്ത് വാലിഡ് KMAT, CMAT ആൻഡ് CAT IIM സ്കോർ ക്യാൻ അപ്ലൈ ഫോർ MBA പ്രോഗ്രാം. ദീസ് കാൻഡിഡേറ്റ്സ് വിൽ ബി റാങ്ക് ഓൺ ദ ബേസ് ഓഫ് ഈ സ്കോർ വെച്ചിട്ടായിരിക്കും. ആൻഡ് GDയും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് വിത്തൗട്ട് വാലിഡ് സ്കോർ ഫോർ ദ ടൈം ബീങ് ക്യാൻ രജിസ്റ്റർ നൗ and they will provide an opportunity to enter their valid score. അതായത് നിലവിൽ നിങ്ങൾക്ക് വാലിഡായിട്ട് സ്കോർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് വാലിഡായ സ്കോർ കിട്ടുമ്പോൾ നിങ്ങൾക്കത് എൻട്രി ചെയ്യാനുള്ള അവസരം തരുമെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കാം. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ബ്രീഫ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. കുസാറ്റിന് വേണ്ടി സെപ്പറേറ്റ് എക്സാം ഇല്ല. നമ്മുടെ IIM, CATോ, CMATോ, KMATോ ഏതെങ്കിലും എഴുതുക. നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് അവിടെ അവർ പറയുന്നതനുസരിച്ച് എൻ്റർ ചെയ്യാം. പലരും ഓരോ സെക്ഷനിലുള്ള കട്ട് ഓഫ് ഒക്കെ എന്നോട് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇൻഫർമേഷൻ എൻ്റെ കയ്യിലില്ല. എത്ര മാർക്ക് കിട്ടണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ കുസാറ്റിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ വളരെ നല്ല മാർക്ക് വേണം, ടോപ്പ് മാർക്കുകൾ തന്നെ വേണം. റിസർവേഷനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് റിലാക്സേഷൻ കിട്ടുമായിരിക്കും. കാരണം ഏറ്റവും ടോപ്പായി വരുന്ന ആൾക്കാരെല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന, ട്രൈ ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒരു 2000-3000 ആപ്ലിക്കൻസ് ഒക്കെ കുസാറ്റ് വരാറുണ്ട്. അപ്പോൾ അത്രയും പേര് ചിലപ്പോൾ GD ഇൻ്റർവ്യൂവിന് വിളിക്കത്തൊന്നുമില്ല.
അപ്പോൾ അതുകൊണ്ട് നല്ല സ്കോർ കിട്ടുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അതാണ് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം. ഓരോ സെക്ഷൻ എത്ര മാർക്ക് കിട്ടണം എന്നൊക്കെ ചോദിച്ചാൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സിമാറ്റ് കെമാറ്റ് ക്യാറ്റിനൊക്കെ തന്നെ പലതരത്തിലുള്ള ഡിഫിക്കൽട്ടി ലെവൽ ആയതുകൊണ്ട് അവർ നോർമലൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നോർമലൈസ് പ്രോസസ്സൊക്കെ അവരുടെ ഇൻറ്റേർണൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ അവൈലബിൾ അല്ല. എന്ത് തന്നെയായാലും നോർമലൈസേഷൻ നടക്കുന്നുണ്ട്. കാരണം ഓരോ 3 എക്സാം 3 തരത്തിലുള്ള ഡിഫിക്കൽട്ടി ലെവൽ ആയതുകൊണ്ട് അതിൻ്റെ മാർക്കുകൾ നമുക്ക് ഒരുപോലെ പെർസെൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നോർമലൈസ് ചെയ്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ തന്നെ ഉള്ള ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. അപ്പം അപ്കമിങ് കെമാറ്റിന് നല്ല സ്കോർ ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ പലപ്പോഴും കെമാറ്റിൻ്റെയൊക്കെ ടോപ്പ് റാങ്ക് മാർക്ക് വരുന്നതൊക്കെ 400-500 മാർക്കൊക്കെ തന്നെയാണ്. അപ്പോൾ 300 മുകളിലോട്ട് 350 മുകളിലോട്ടുള്ള മാർക്കൊക്കെ തന്നെ ഒരു കിട്ടാനുള്ള ചാൻസ് ആണ് കൂട്ടുകയാണ്. അപ്പോൾ അത് മാത്രമല്ല GD ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നല്ല മാർക്ക് കിട്ടുക, ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നല്ല സ്കോർ കിട്ടുക. നല്ല സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് GD ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ ആ സ്കോർ കിട്ടുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ചിലപ്പോൾ GD ഇൻ്റർവ്യൂ വിളിക്കത്തില്ല. കാരണം ഇത്രയും പേരെയൊക്കെ GD ഇൻ്റർവ്യൂ ചെയ്യാനാണ് വലിയ ബുദ്ധിമുട്ടായിരിക്കാം. സോ GD ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യുക. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രീഫായിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്കമിങ് കെമാറ്റ് എക്സാം നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, നല്ല സ്കോർ വാങ്ങുക. കൂടെ ഡെഡിക്കേറ്റഡ് വീഡിയോസ് കിട്ടാനായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ വീഡിയോസ് അവൈൽ ചെയ്യാനായിട്ട് നമുക്ക് ചാനൽ മെമ്പർഷിപ്പ് എടുക്കാം, ജോയിൻ ബട്ടൺ ചെയ്യാം. എക്സ്ക്ലൂസീവായിട്ടുള്ള എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മന്ത്ലി റീക്യാപ്പ് വീഡിയോസ് ഒക്കെ അക്സസ് ചെയ്യാനായിട്ട് യു ക്യാൻ ജോയിൻ അവർ membership option which is Rs59 per month, and if you want you can cancel it after the examination. And GD interview ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് വീഡിയോസുകളും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാമിന് ശേഷം നമ്മുടെ ചാനലിൽ കവർ ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ.